അമ്മേ ഇതൊക്കെ എങ്ങനെയാണോ തോന്നുന്നു. ദൈവമേ, അവളുടെ കൈവേദന ഇങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ പലയിടത്തും മരിക്കേണ്ടി വരില്ലായിരുന്നു. ദുഷ്ടം പൂർവ്വം എനിക്ക് പണി തരാൻ വേണ്ടി മാത്രം. മകളെ, മോളെ, പിന്നെ അച്ഛൻ ഇന്നലെ ഇട്ട ഷർട്ടാണ്. ഇതൊന്നും നനച്ചിട്ട് എങ്ങനെ കേട്ടാ. ഇത് കാര്യമായിട്ട് അലക്കൊന്നും വേണ്ട. മോള് കുറച്ച് സോപ്പ് പൊടി ഇട്ടിട്ട് വെള്ളമിട്ട് ഇതൊന്നും പതച്ചിട്ട് കുത്തിപ്പിഴിഞ്ഞിട്ട് പിന്നെ ഈ കോളറിന്റെ ഇവിടെ നന്നായിട്ട് ബ്രഷ് ചെയ്യണം കേട്ടാ. കുറച്ച് അഴുക്ക് കണ്ട ബ്രഷ്. പിന്നെ അത് കഴിഞ്ഞിട്ടേ കഞ്ഞിപ്പശയും കൂടെ നോക്കിക്കോ. നന്നായിട്ട് നടക്കണ്ട മോളെ. അലക്കണ്ട, കുത്തിപ്പിഴിഞ്ഞ് 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി. ശരി, ഞാനിപ്പം കഴുകിയുള്ളായിരുന്നു ഒരു ലോഡ് തുണി. ഇവിടെ അച്ഛന്റെ പൊന്നു മോളല്ലേ. ഓക്കെ ശരി മോളെ. എല്ലാരും കൂടെ അറിഞ്ഞെനിക്ക് പണി വരുവാണല്ലോ പോവാനേ. പിങ്കി, എന്റെ ഈ നിക്കറും കൂടി ഒന്ന് കഴുകോ. എന്താണ് ഈ നിക്കറും കൂടി ഒന്ന് കഴുകാൻ? പിന്നെ നിന്റെ നിക്കറുകളിൽ എന്റെ പരിപാടി കഴുകടി. പുതുവഴി കഴുക. എന്തായാലും നീ എല്ലാം കഴുകല്ലേ, ഇതും കൂടി അങ്ങ് കഴുകു. ഞാൻ ഇതൊക്കെ കഴുകി വെച്ചിരുന്ന തുണിയാണ്. ഇതൊന്നും കഴിവാൻ പറ്റും. നിനക്ക് വേണമെങ്കിൽ നീ മുക്കിടുപ്പോ. ഒരു വയ്യാത്ത കൊച്ചിൻ്റെ കൂടെ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? തലക്കല്ലേ അസുഖമുള്ളൂ, ഒരു കൈക്കൊരു കുഴപ്പമില്ലല്ലോ. കഴുകു. എടുത്തോ പോണിണ്ട്. കഴുകടി. നിന്റെ കൈക്കൊരു കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് അമ്മയ്ക്ക് അച്ഛനും അറിയില്ലല്ലോ, നിനക്ക് മാത്രല്ലേ അറിയാവൂ. മക്കളെ, അയ്യോ, ഞാൻ ഈ തുണി എല്ലാം നിനക്ക് ഞാൻ കഴുകി തന്നേനെ. എന്റെ കൈ വയ്യാത്തോണ്ടല്ലേ പിങ്കി പറയണേ. എന്ത് പ്രശ്നം? പ്രശ്നം എന്തോന്നു? അമ്മ ഇത് കഴുകി തരൂലെന്ന് പറയണു. കൊച്ചിന് കൈ കൈ സോറി വയ്യാഞ്ഞിട്ടല്ലേ അവളുടെ പാവം കൊച്ചനമ്മ. കൊച്ചാ ഇവളോ? അമ്മ ഞാനാണമ്മ ഈ വീട്ടിലെ കൊച്ച്. കൊച്ചെന്ന് പറഞ്ഞ ഇത്രയും നാള് എല്ലാം തലക്കേറ്റി വെച്ചുകൊണ്ടാണ് ഇപ്പൊ പ്രശ്നം. പോത്ത് പോലെ വളർന്നു, മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ഇല്ലാത്തൊരു പെണ്ണ്. ചെയ്തു തരുന്നുണ്ടോ ഇല്ലയോ? മക്കള് വാ, കൊടുത്തോ മര്യാദ കഴിയിട വൃത്തിയായിട്ട്. അമ്മ തൈലം ഇട്ടുതരാം. വാ വാ. ദൈവമേ, ഇങ്ങനെ പോവാണെങ്കിൽ ഇവിടുത്തെ പണി മൊത്തം ഞാൻ എടുക്കേണ്ടി വരുമല്ലോ. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. അവളെ പോലെ എനിക്കും കൈ വയ്യാന്നങ്ങനെ പറഞ്ഞു. വേണ്ട, അതെന്തായാലും വില പോകുമെന്ന് തോന്നുന്നില്ല. കാരണം അവൾക്ക് കൈ വയ്യല്ലോ, ഞാനും കൂടെ കൈ വയ്യാന്ന് പറഞ്ഞാൽ അവരെന്തായാലും കണ്ടുപിടിക്കേണ്ട കള്ളത്തരമാണ്. പിന്നെന്ത് ചെയ്യും? പനി വരുന്ന പോലെ അഭിനയിച്ചാലോ? അല്ല, വിറയിലെ പനി എങ്ങനെ? അത് വെക്കൂല. തൊട്ട് നോക്കി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ നമ്മൾ പാളിപ്പോ. അതും പറ്റൂല. പിന്നെ എന്ത് ചെയ്യും? എന്തോ തലയിറങ്ങി വീണ് കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് നോക്കാതിരിക്കുമല്ലോ. നോക്കി കഴിയുമ്പോൾ ഞാൻ അവിടെ തലയിറങ്ങി വീഴുന്നു. അങ്ങനെ അവരെന്നെ എടുത്തോണ്ട് പോകുന്നു. പിന്നെ എന്നെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കുന്നില്ല. അത് ചെയ്യാം. അയ്യോ, അയ്യോ, അങ്ങനെ വേണ്ടായിരുന്നു. അവരില്ലേ? അമ്മ, അയ്യോ അമ്മ, അമ്മ, അമ്മ. ഇതെന്താ ആരും വരാത്ത? എവിടെ തൊളിഞ്ഞ് കിടക്കണോ പോവാന്? ആരെങ്കിലും ഓടി പറഞ്ഞേ, പിങ്കി മോള് തലറങ്ങി വീണേ. ആരെങ്കിലും ഓടി പറഞ്ഞേ, ആരെങ്കിലും വരണേ. എന്താരും വരാത്ത? അയ്യോ, ഇതെന്താ ഇവിടെ ഉറുമ്പോ? കടിച്ചിട്ട് വയ്യ. ചേച്ചി, പിങ്കി തലറങ്ങി വീണാടി. ഒറ്റ മനുഷ്യന് തിരിഞ്ഞു നോക്കില്ല. മനുഷ്യൻ വെറുതെ ഉറുമ്പുകാടി കൊണ്ടത് മിച്ചം. അയ്യോ, ഒറിജിനലി നടുവേന വന്ന് നടുവേനാണെന്ന് പറഞ്ഞാലോ ശരിയാവും തോന്നില്ല. എന്നെ ഇവിടെ ഒറ്റ മനുഷ്യർക്ക് വിലയില്ലല്ലോ.
ഈ ഒരു വിധി ശത്രുക്കൾക്ക് പോലും കൊടുക്കല്ലേ ഈശ്വര. പിന്നെ വിരിക്കാം. ഒലക്കണ്ട പോലും ഒലക്കണ്ട. അമ്മാ ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.